ഇന്നത്തെ പൂക്കളം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്നറിയോ? ഭയങ്കര സന്തോഷം. കാരണം ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ഞാൻ വരച്ചു വെച്ച ഒരു കളാണത്. ഫോൺ നോക്കിയിട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ വരച്ചല്ലോ. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. കാരണം ഒന്നും വരയ്ക്കാൻ അറിയാത്ത ഞാൻ വരച്ച ഒരു പൂക്കളമാണിത്. എന്തൊക്കെയൊക്കെയോ രീതിയിൽ ആ പൂക്കളം ആയിട്ടുണ്ട്. പക്ഷേ വരച്ച രീതിയിലല്ല ഞങ്ങൾ ഇട്ട് വന്നപ്പോൾ ആയത്. അത് പിന്നെ അങ്ങനെയാണ്. എന്നാലും ഞാൻ വരച്ചല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 9ാമത്തെ ദിവസമായി. അപ്പോൾ നാളെയും മറ്റന്നാളും നമുക്ക് ഓണമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. വളരെ ലേറ്റായി പോയി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ലേറ്റ് ആയത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ എനിക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ടും ഞാനിത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് 9 തരം പൂക്കളാണ് ഇടുന്നത്. സാധാരണ നാളെയാണ് ഓണം വരേണ്ടത്. ഇപ്രാവശ്യം 2 പത്തുള്ളത് കൊണ്ട്, അതല്ല 2 ചിത്തിര നക്ഷത്രം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ നാളെ നമുക്ക് 10 തരം ഇടാം. അതിൻ്റെ പിറ്റേന്ന് നമുക്ക് കിട്ടുന്ന പൂക്കളൊക്കെ ഇടാം. അല്ലെങ്കിൽ ഞങ്ങൾ 10ാമത്തെ ദിവസം അങ്ങനെ നോക്കാറില്ല. എത്രയൊക്കെ പൂക്കൾ കിട്ടുമോ അത്രയൊക്കെ പൂക്കളിടും. കാരണം അന്ന് പൂക്കളുടെ അവൈലബിലിറ്റി ഒന്നും പറയേണ്ട. രാത്രിയാകുമ്പം വടകരയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ പൂക്കൾ കിട്ടും. അങ്ങനെ ഇഷ്ടം പോലെ പൂക്കൾ ലാലോടും അനീഷനൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നിരത്തി അങ്ങിടാറാണ് പതിവ്. അപ്പോൾ ഫ്രിഡ്ജിലുള്ള കുറേ പൂക്കളൊക്കെ പെറുക്കി പെറുക്കി എടുക്കുന്നുണ്ട്. കളം കുറച്ചധികം തന്നെ വലുതായി പോയി. അമ്മ സെറ്റാക്കി വെച്ച പൂവിനേക്കാളും ഞാൻ ഉണ്ടാക്കിയ കളം വലുതായി പോയി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങളിങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ്. വസുമോൻ രാവിലെ തന്നെ ഇടഞ്ഞോണ്ടാണ് എണീച്ചത്. ഇടഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. കാലുകൊണ്ടൊരു തട്ട്, കൈ കൊണ്ടൊരു തട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ഞാൻ മുറുക്കി പിടിച്ചിട്ടുണ്ട് കയ്യിൽ. ആ ഒരു കൈ കൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കുന്നത്. സാൻവി പിന്നെ മേലാളായിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. പിന്നെ സഹായത്തിനൊന്നും കിട്ടില്ല. പിന്നെ കൂട്ടിയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടീനെ ഞങ്ങളിന്ന് കൂട്ടിയിട്ടില്ല. കുട്ടി പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഓടി ഓടി നടന്നോളും. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാനും അമ്മയും പൂക്കളമൊക്കെ റെഡിയാക്കി വെച്ചു. ലാലോട്ടനാണ് ക്യാമറാമാൻ. അപ്പോൾ ലാലോട്ടൻ ഇനി കാണിക്കുന്ന പൂക്കള് ഇവിടുന്ന് ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു, നമ്മുടെ ചെട്ടിത്തൈകൾ. അപ്പോൾ ഇത് ഓണത്തിനുണ്ടാവും എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞതുപോലെ തന്നെ ഓണത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ കുറച്ചുകൂടി അങ്ങ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ പൂക്കളൊക്കെ കണ്ടല്ലോ. അതിന് ശേഷം ഞാനൊന്ന് മാക്കൂല് വരെ പോയതായിരുന്നു. അപ്പോഴത്തേക്കും വണ്ടി പൂച്ച നാശാക്കി വെച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് സീറ്റ് കീറിയിട്ടില്ല. അതിൻ്റെ മുകളിൽ ചളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനതൊക്കെ തുടച്ച് ഒന്ന് മാക്കൂലൊക്കെ പോയി. പിന്നെ ചായ കുടിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ എന്നോട് വിട്ടുപോയി. കാരണം ഞാൻ പറഞ്ഞല്ലോ, തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു. ഇത്രയും ദിവസം വെറുതെ ഞാനിവിടെ ഇരുന്നിട്ട് ആദ്യത്തെ ഒരു 2-3 ദിവസം കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഈ പിന്നെയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ടൗണിലേ പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് പോയി ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇന്നത്തേക്ക് വെച്ച്, വേറെ ഒന്നുമല്ല, സാൻഡി മോക്ക് ഒരു ഡ്രസ്സ് എടുക്കൽ. എന്തിനാണാവോ ഞാൻ ഇന്ന് വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാളെ പോവാന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അങ്ങനെ ഇന്ന് പോയി. പക്ഷെ 8ന്റെ അല്ല 16ന്റെ പണിയും കിട്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. സാൻവിക്ക് ട്രെൻഡ്സിൽ ചെന്ന് നോക്കി, അവിടുന്ന് കിട്ടിയില്ല. നേരെ അൺലിമിറ്റഡിൽ പോയി, അവിടെ നിന്നൊരു ഡ്രസ്സ് കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ മാക്സിൽ പോയി. അപ്പോൾ മാക്സിൽ നിന്ന് ഞാനൊരു ഡ്രസ്സൊക്കെ എടുത്ത് എനിക്കും സാൻവിക്കും ഒക്കെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് 16ന്റെ പണി ട്രാഫിക്കിന്റെ രൂപത്തിൽ വന്ന് നിന്നത്. ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓട്ടോ ആയിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രൈവറ്റ് വണ്ടികളും ലോറികളും മാത്രമേ റോഡിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ സാൻവിനോട് പറഞ്ഞു, ആ മോളെ നമ്മൾ നടക്കുവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് ഞങ്ങൾ സഹകരണ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെ എത്തി. അവിടെ നിന്നാണ് ഞങ്ങൾ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്നത്. പാവൻ്റെ കുട്ടിക്ക് ഞാൻ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തിന്. ഞാനും ഒരു ഷേക്കൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ പോവാനുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങളൊരു ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഷൂട്ടിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഷൂട്ടിങ്. കല്യാണത്തിനൊക്കെ നിന്നിട്ടേ ഉള്ളൂ, പിന്നീട് ഒരു ഷൂട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കൂട്ടങ്കാരം വരെ ഒന്ന് പോകണം. ഒരു ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ ഈ സാൻവിന്റെ മാലയൊക്കെ കെട്ടിപ്പെറുക്കി കഴുത്തിലിട്ടിട്ടുണ്ട്. ഒന്ന് മൊഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂട്ടങ്കാരത്തേക്ക് എത്തി. ലാലോടിനോണ്ട് കൂടെ പച്ചയും പച്ചയൊക്കെ ഇട്ടിട്ട് ഞങ്ങളൊന്ന് പച്ചപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് പച്ച പിടിക്കട്ടെ അല്ലേ.
ഞങ്ങൾ പോയത് കൂട്ടങ്ങാരം വിമാക്സ് സ്റ്റുഡിയോയിലേക്കാണ്. അവിടുത്തെ ഒരു അഡ്വർടൈസ്മെന്റ്, അതായത് പരസ്യം ചെയ്യാനാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ ചെയ്ത് ഞങ്ങൾ വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വൈകുന്നേരം ആയിട്ടുണ്ട് ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റാണ്ടിരുന്നത്. ഞാനിപ്പോൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ കൂടെ കൂട്ടുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണക്കാരിയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നാളത്തെയും മറ്റന്നാളത്തെയും ഒക്കെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി, ബൈ.